യാത്രകൾ ഏറെ മനോഹരമാണ്. യാത്രകളെ ഇഷ്ടപ്പെടാത്തവരുണ്ടാകില്ല. ഒന്നിനും സമയമില്ലാത്ത തിരക്ക് പിടിച്ച ഈ ഓട്ടത്തിനിടയിൽ മനസ്സൊന്ന് ഫ്രീ ആകാൻ യാത്രകൾ ഒരുപാട് സഹായിക്കും. യാത്രകളെന്ന് പറയുമ്പോൾ വലിയ ഒരുക്കങ്ങളോടെ പ്ലാൻ ചെയ്തുള്ള വലിയ വലിയ യാത്രകൾ മാത്രമല്ല. നമ്മുടെ തൊട്ടരികിലുള്ള പാടവും പുഴയും കാടും മലയും അമ്പലവും പള്ളിയും ഒക്കെ അവിടേക്കൊക്കെ വെറുതെ ഒന്ന് ഇറങ്ങുന്നത് പോലും നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. കൂട്ടുകാരൊന്നിച്ച്, കുടുംബം ഒന്നിച്ച്, ചിലപ്പോൾ തനിച്ച് ഒക്കെയുള്ള യാത്രകൾ. ഓരോരുത്തരുടെയും യാത്രാ ഇഷ്ടങ്ങൾ വ്യത്യസ്തങ്ങളാണല്ലോ. വീൽ ചെയറിലിരിക്കുന്ന എന്നെപ്പോലെ ഒരാൾക്ക് വല്ലപ്പോഴും വെറുതെ ഒന്ന് പുറത്തിറങ്ങുന്നത് പോലും വലിയൊരു സന്തോഷമാണ്. അങ്ങനെ ഞാൻ ഏറെക്കാലമായി ആഗ്രഹിച്ച, കൊതിച്ച, സ്വപ്നം കണ്ട ഒരു യാത്ര. എൻ്റെ ആ സ്വപ്നയാത്രയുടെ ഓർമ്മകളാണ് നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. കടൽ എത്ര കണ്ടാലും മതിവരാത്ത മനോഹരമായ ഒരു കാഴ്ചയാണ്. കാണുന്തോറും നമ്മളെ ഇങ്ങനെ വീണ്ടും വീണ്ടും കൊതിപ്പിച്ചുകൊണ്ടേയിരിക്കും. തിരയുടെ ഇരമ്പൽ, ചിലപ്പോഴൊക്കെയുള്ള മൗനം, ശാന്തത, കടലിൻ്റെ ആഴങ്ങളിലേക്ക് മറഞ്ഞു പോകുന്നു എന്ന് തോന്നിപ്പിക്കുന്ന സൂര്യൻ. എത്ര നേരം വേണമെങ്കിലും കടലിനെ നോക്കിയിരിക്കാം, മടുക്കുകയേയില്ല. എല്ലാവർക്കും ഇഷ്ടമാവും കടൽ കാണാനെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഏറ്റവും മനോഹരമായ യാത്രയായിരുന്നു കടൽ കാണാൻ പോയത്. കുട്ടിക്കാലം മുതൽ പുസ്തകങ്ങളിൽ വായിച്ചും ചിത്രങ്ങളിലും സിനിമകളിലും കണ്ടും മനസ്സിൽ പതിഞ്ഞതായിരുന്നു കടൽ. അന്നു മുതൽ കടൽ കാണാൻ വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. കടൽ കാണണം, കടലിനെ തൊടണം, അതൊക്കെ ഇങ്ങനെ മനസ്സിലെപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ആഗ്രഹമായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ അടുത്ത സമയങ്ങളിലാണ് കടൽ കാണാനുള്ള എൻ്റെ ആഗ്രഹം നടന്നത്. അത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ആലോചിച്ച് തയ്യാറെടുപ്പുകളോടെ ഉള്ളൊരു യാത്രയൊന്നും ആയിരുന്നില്ല. ഒരവധി ദിവസം വീട്ടിലെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയം ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ പെട്ടെന്ന് ചേച്ചിയുടെ മക്കൾ 2 പേരും കൂടെ ഒരു ആലോചന പറഞ്ഞു, കടൽ കാണാൻ പോയാൽ എന്താന്ന്. അത് കേട്ടതും എൻ്റെ മനസ്സ് ഭയങ്കര ഒരു സന്തോഷമായി. ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നൊരു കാര്യമാണല്ലോ അത്. അപ്പോൾ തന്നെ വീട്ടിലെല്ലാവരും അത് നമ്മളിന്ന് കടൽ കാണാൻ പോകുന്നു എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ പെട്ടെന്ന് കുറച്ച് നേരത്തെ ഉച്ചയൂണൊക്കെ കഴിച്ച് ഞങ്ങൾ കാറിൽ വീട്ടിലെല്ലാവരും കൂടി കടൽ കാണാനുള്ളൊരു യാത്ര ആരംഭിച്ചു. എൻ്റെ വീൽ ചെയർ മടക്കി കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിരുന്നു. അന്നെനിക്ക് ഇലക്ട്രിക് വീൽ ചെയർ ഇല്ലായിരുന്നു, സാധാരണ വീൽ ചെയർ ആയിരുന്നു. അങ്ങനെ എൻ്റെ വീൽ ചെയർ ഉൾപ്പെടെ കടലില്ലാത്ത ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് കടൽ കാണാൻ വേണ്ടി വർക്കല ബീച്ചിലേക്ക് ഒരു യാത്ര. കാറിലിരിക്കുന്ന ആ സമയം അത്രയും എൻ്റെ മനസ്സിങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നത്. കടൽ തിരമാലകൾ പോലെ സന്തോഷം അലയടിച്ചുയരുകയായിരുന്നു. എത്രയും പെട്ടെന്ന് കടലിൻ്റെ അരികിലെത്തണം, കടൽ കാണണം, ആ ഒരു സന്തോഷം മനസ്സിൽ ഭയങ്കരമായിട്ട് വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വർക്കല ബീച്ചിലെത്തി. അപ്പോൾ അവിടെ ചെന്ന് വീൽ ചെയർ പുറത്ത് വെച്ച് എന്നെ വീൽ ചെയറിലെടുത്തിരുത്തി. പക്ഷേ കടൽ തീരത്തെ ആ മണലിൽ കൂടി വീൽ ചെയർ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഡാഡിയും മമ്മിയും ചേച്ചിയും ചേട്ടനും മക്കൾ 2 പേരും എല്ലാവരും കൂടെ മാറി മാറി പരിശ്രമിച്ചിട്ടും കടലിൻ്റെ അരികിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞില്ല. എങ്കിലും കുറേ ദൂരെ ഇരുന്നാലും ഞാൻ കടൽ കണ്ടു. കടലിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റെല്ലാം മറന്നതുപോലെ. തിരമാലകൾ അടിച്ചു വരുന്നതും തീരത്തേക്ക് വന്ന് തിരികെ പോകുന്നതും ഒക്കെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ആ ഹുങ്കാര ശബ്ദം, അതിൻ്റെ ഒരു ഭംഗി എല്ലാം എന്താ പറയുക, മനസ്സിലിങ്ങനെ അതിങ്ങനെ പതിഞ്ഞ് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. കടൽ തീരത്തൂടെ ഓടിക്കളിക്കുന്ന കുഞ്ഞുങ്ങളുടെ കലപില ശബ്ദവും സന്ധ്യയ്ക്ക് കൂട്ടമായി പറന്നു പോകുന്ന കിളികളും ആ സായാഹ്നം എത്ര മനോഹരമായിരുന്നു. കടലിനെ ഒന്ന് തൊടണമെന്നും തീരത്തേക്ക് ഓടിക്കയറി വരുന്ന തിരമാലകളെ എൻ്റെ പാദങ്ങളിലൊന്ന് ചുംബിക്കണമെന്നൊക്കെ ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. കടലിൻ്റെ അരികിലേക്ക് വീൽ ചെയറിൽ നമുക്ക് പോകാൻ പറ്റുന്നില്ലായിരുന്നു. എങ്കിലും സാരമില്ല, കടലിനെ തൊടാൻ പറ്റിയില്ലെങ്കിലും കാണാൻ പറ്റിയല്ലോ, കുറച്ച് ദൂരെ ഇരുന്നായാലും അതൊരു സന്തോഷം. വൈകുന്നേരം ഇരുട്ടാകുന്നിടം വരെ, ഞങ്ങൾ സൂര്യൻ അസ്തമിക്കുന്നതിന് വരെ അവിടെ ഇരുന്ന് കടൽ മതിയാവോളം കണ്ടു. മതിയാവോളം എന്ന് പറഞ്ഞാൽ നമുക്ക് കടൽ കണ്ടാൽ എത്ര ആയാലും മതി വരില്ല, അതിങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങും. എങ്കിലും ഇരുട്ട് വീണ ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. വളരെ മനോഹരമായിരുന്നു തിരിച്ച്
ഇരുട്ടത്ത് മക്കൾ പാട്ടൊക്കെ പാടി കാറിലിങ്ങനെ എന്താ പറയുക, കടൽ കണ്ടതിൻ്റെ ഒരു സന്തോഷവും, പക്ഷെ കടലിനെ കണ്ടെങ്കിലും തൊടാൻ പറ്റിയില്ലെന്നുള്ളൊരു സങ്കടവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു, യാത്രയായിരുന്നു. എത്രയോ കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടന്ന, അത്രയ്ക്കും ആഗ്രഹിച്ച ഒരു കാഴ്ച കാണാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷം വളരെയധികമായിരുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഏറ്റവും മനോഹരമായ ഒരു യാത്രാ അനുഭവം, ഓർമ്മയാണ് കടൽ കാണാൻ പോയത്. ഏറ്റവും സന്തോഷമുള്ളൊരു യാത്ര. വേറെന്താണ് ആ യാത്രയെപ്പറ്റി പറയാനുള്ളത്? എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം, ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസം, അത്രമാത്രം.